ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ മണികണ്ഠൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കന്നിമാസത്തിലെ ചോദ്യമാണ് മണികണ്ഠൻ്റെ ബർത്ത്ഡേ. നമ്മൾ 23-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്തിന് ചെറിയ രീതിയിൽ ആഘോഷിച്ചു. ഇന്ന് നമ്മൾ സദ്യയൊക്കെ വെച്ചിട്ട് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ ആഘോഷിക്കുക ചെയ്തത്. സർപ്രൈസ് ആയിട്ട് നമ്മുടെ അമ്പാടിക്കുട്ടൻ മണികണ്ഠനെ നമ്മുടെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവന് കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവന് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ എപ്പോഴും അമ്പാടി പപ്പി വേണമെന്നൊക്കെ ഭയങ്കര വാശിയാട്ടോ. പിന്നെ ബർത്ത്ഡേക്ക് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവനൊരു കാറ് നമ്മുടെ അടുത്ത വീട്ടിലൊരു സലിതാൻ്റെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതിനകത്ത് ഒരുപാട് സ്റ്റിക്കറൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് സതീഷിൻ്റെ കൊടുത്തിട്ട് അത് സതീഷ് കൊണ്ടുവന്നതാണ് അവന് ഏറ്റവും ഹൈലൈറ്റ് ആയത് ബർത്ത്ഡേക്ക്. പിന്നെ അമ്പാടിക്കുട്ടനും പപ്പിയും മോളിയമ്മായിയും ശങ്കരനും അമ്മുമ്മയൊക്കെ അവന് ഗിഫ്റ്റ് കൊടുത്തു. കേക്ക് നമ്മൾ മേടിച്ചത് എൻ്റെ നാത്തൂൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ, അരൂര് സ്വീറ്റ് ഹോം കേക്ക് അരൂർ എന്ന അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിച്ചത്. നല്ല അടിപൊളി കേക്കാണ്. അവൾ ഒരുപാട് കളറൊന്നും ചേർക്കില്ല. നമ്മൾ കുട്ടികളൊക്കെ കഴിക്കണ കാരണം ഒരുപാട് ഓർഡറൊക്കെ ഉള്ള ആളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക്. വൈറ്റ് ഫോറസ്റ്റ് ആട്ടോ ഇപ്രാവശ്യം പറഞ്ഞത്. നല്ല തീമായിരുന്നു. അവന് കാറിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് കാറ് തന്നെയാണ് അവൾ ചെയ്തത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി കേക്ക്. രാവിലെ തന്നെ സതീഷ് അവനുമായിട്ട് അമ്പലത്തിലൊക്കെ പോയി അവിടെയൊക്കെ തൊഴുതു വന്നു. എന്തോ കേക്കിൻ്റെ കളർ തന്നെ ടീഷർട്ടാട്ടോ അനിത വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ അമ്മായി അവന് വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റ് അവന് ഭയങ്കര ഇഷ്ടമായി. അവൻ ഇന്നലെ കടയിൽ പോയിട്ട് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുക്ക വാശി പിടിച്ചൊരു വാച്ചും ഒരു കപ്പുമായിരുന്നു. അത് കറക്റ്റായിട്ട് അമ്മായി അത് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വളരെ സന്തോഷമായിരുന്നു. പിന്നെ അമ്മൂമ്മ മേടിച്ച ഗിഫ്റ്റ്, എല്ലാവരും മേടിച്ച ഗിഫ്റ്റ് അവന് വളരെ ഇഷ്ടമായി. ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് കുട്ടികളുടെ എല്ലാവരുടെയും ഇഷ്ടമല്ലേ. നമുക്ക് കുഞ്ഞിലേ ഉണ്ടായിരുന്നില്ലേ ആഘോഷിക്കാനും. അന്ന് നമുക്ക് ഇതുപോലെ ഗ്രാൻഡായിട്ടുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിലും ചെറുതായിട്ട് എല്ലാ വീട്ടിലും മിഠായി കൊടുക്കുക, പായസം കൊടുക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആഘോഷം. കേക്ക് മുറിക്കുക എന്നുള്ളത് വളരെ അങ്ങനെ വിരളമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. പിന്നെ ഞങ്ങൾ സദ്യയാണ്, ഇന്ന് വ്യാഴാഴ്ച ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾ സദ്യയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത്. എല്ലാ കറികളും സേമിയ പായസമായിട്ട് ഞങ്ങൾ സദ്യയാണ് വച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. അച്ചാമ്മ വരാത്തത് മാത്രമായിരുന്നു കേട്ടോ അവന് സങ്കടം. അച്ചാമ്മ 2 പ്രാവശ്യം വിളിച്ചു. അച്ചാമ്മയ്ക്ക് പനി ആയതുകൊണ്ട് വന്നില്ല. പിന്നെ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഈ ദിവസം കടന്നുപോയി.